അങ്ങനെ ഏതെങ്കിലും തീരുമാനമെടുത്തതിലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ ലൈൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ പത്രങ്ങൾ വെറുതെ കാടടച്ചൊരു വെടിവെപ്പ് നടത്തുകയാണ്. അവർക്ക് തോന്നുന്ന എന്തെങ്കിലും എഴുതി വെക്കുകയാണ്. അങ്ങനെ എഴുതി വെക്കുന്ന ചിലത് അതിനിരയാകുന്നവർ പോലും വിശ്വസിക്കുന്ന സ്ഥിതി ഉണ്ടാവാം. അതിലും എനിക്കൊരു ഉദാഹരണമുണ്ട്. ഞാനിവിടെ EMS മരിച്ചു കഴിഞ്ഞപ്പോൾ മനോരമ ഫ്രണ്ട് പേജിൽ നിന്ന് തുടങ്ങിയ ഒരു വാർത്ത, ആ വാർത്തയുടെ സാരാംശം അര മിനിറ്റ് കൊണ്ട്, ഇത് ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് പലർക്കും പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ടുകൂടി ഞാൻ പറയുകയാണ്. മനോരമ പ്രചരിപ്പിച്ച ഞാനുമായി ബന്ധപ്പെട്ട ഒരു കള്ളം 24 മണിക്കൂർ ഞാൻ വിശ്വസിച്ചു എന്നാണ് ഇതിൻ്റെ രത്നചുരുക്കം. ഇവിടെ ചടയനാണെന്ന് പാർട്ടി സെക്രട്ടറി, EMS മരിച്ചു 1998. അപ്പോൾ ഈ ദേശാഭിമാനിയുടെ പല എഡിഷനുകൾക്കും ഡയറക്റ്റ് ബോർഡുണ്ട്, മുട്ടാസിനൊക്കെ അറിയാം. അതിങ്ങനെ സ്ലീപ്പിംഗ് ഡയറക്റ്റ് ബോർഡ് മെമ്പേഴ്സാണ്. പാർട്ടി നേതൃത്വത്തിലെ കുറേ പേരുടെ പേര് എഴുതി കൊടുക്കും, നമ്മളെല്ലാം ഒപ്പിട്ട് കൊടുക്കും. അത് കമ്പനി നിയമം അനുസരിച്ച് അത് വേണം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പിന്നെ തൃശ്ശൂർ ഒരാവശ്യത്തിന് വേണ്ടി പോയിരിക്കുമ്പോൾ അന്നത്തെ പത്രത്തിൽ മനോരമയുടെ ഫ്രണ്ട് പേജിൽ നിന്ന് ഈ ന്യൂസാണ്, EMSന് പകരം സുശീല ഗോപാലൻ എന്നാണ് തലക്കെട്ട്. എന്നിട്ട് വാർത്തയിൽ VS അച്യുതാനന്ദൻ EMSൻ്റെ ആ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തേക്ക് EMS മരിച്ച ഒഴിവിൽ MA ബേബി വേണമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. നയനാർ വേറൊരാളുടെ പേര് പറഞ്ഞു. അപ്പോൾ ചടയൻ പറഞ്ഞു അത് രണ്ടും വേണ്ട, നമുക്ക് സുശീല ഗോപാലിനെ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സുശീല ഗോപാലിനെ കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ അത് വിഭാഗീയതയാണെന്നെല്ലാം പറഞ്ഞ് ദീർഘമായ റിപ്പോർട്ട് ഉള്ളിലേക്കും പോയി ഇരിക്കുകയാണ്. അപ്പോൾ ചിലർ എന്നെ വിളിച്ചിട്ട്, ബേബി സഖാവേ നിങ്ങളല്ലേ അവിടെ വരേണ്ടിയിരുന്നത് എന്നൊക്കെ. ഞാൻ നിങ്ങൾക്കെന്താ പട്ടുണ്ടോ, സഖാവ് സുശീല ഗോപാലൻ വരുന്നതാണ് ശരി. അപ്പോൾ സഖാവൊക്കെ അറിഞ്ഞ് അല്ല, അത് ഈ കമ്പനി നിയമം അനുസരിച്ച് പെട്ടെന്ന് ചില പേരുകളൊക്കെ നിശ്ചിത സമയത്തുള്ളിൽ കൊടുക്കേണ്ടി വന്നിട്ട് അങ്ങനെ കൊടുത്തതാണ്, അതിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചുകൂടെ വരുന്നു. അപ്പോൾ സഖാവ് ചടയൻ എൻ്റെ അടുത്ത് പറയുകയാണ്, താൻ കണ്ടായിരുന്നോ മനോരമ? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു, അതിന്ന് തിരുത്തു കൊടുക്കണം. ഞാൻ തിരുത്തു കൊടുക്കണോ? എന്താ സഖാവേ? അപ്പം അയാൾ പറയുന്നത് അങ്ങനെ ഒന്നും എഴുതി കൊടുത്തിട്ടില്ല, ഇത് മുഴുവൻ ആദ്യാവസാനം മനോരമ എന്ന് പറയുന്ന പത്രത്തിൻ്റെ കൽപ്പിത കഥയാണ്. അപ്പം അത് വിശ്വസിച്ചിട്ട് അങ്ങനെ സുശീല ഗോപാലിൻ്റെ പേര് കൊടുത്തതും എൻ്റെ പേര് കൊടുക്കാതിരുന്നതും ഒന്നും ഒരു തെറ്റുമല്ലെന്ന് ഞാൻ എന്നെ ഫോൺ ചെയ്തവരോടെല്ലാം വിശദീകരിച്ചിട്ടാണ് വരുന്നത്. കഴിഞ്ഞിട്ടില്ല, കഥ കഴിഞ്ഞിട്ടില്ല. അന്ന് ചടയൻ പറഞ്ഞ അനുസരിച്ച് തിരുത്തു കൊടുക്കുന്നു. അടുത്ത ദിവസം ആ പത്രത്തിൽ തിരുത്ത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, പത്രം മുഴുവൻ പരതുകയാണ്, കാണുന്നില്ല. ഒടുവിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടുപിടിക്കണം, കാര്യം കണ്ടുപിടിക്കാൻ കഴിയും. ആ രണ്ട് പത്രവും, ഈ പത്രങ്ങൾ ചെയ്യുന്ന മഹാദ്രോഹത്തെക്കുറിച്ച് ഒരു തീസിസ് എഴുതണമെങ്കിൽ അത് ഉപയോഗിക്കാം. ആർക്ക് ഇത് പ്രസ്ഥാനം ഒരു വാചകം, ഇന്നലെ ഈ ദേശാഭിമാനി ഡയറക്ടർ ബോർഡ് സംബന്ധിച്ച് വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ട് എന്ന് ഒരു വരി. അങ്ങനെ അതാണ് ആകെ ഫ്രണ്ട് പേജിൽ നിന്ന് തുടങ്ങി. ഇതാണ് ഇത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരു കള്ളവാർത്തയുടെ ഇര പോലും ആ കള്ളവാർത്ത കുറേ മണിക്കൂറുകൾ വിശ്വസിച്ചു എന്ന് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. ഇതാണ് മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അപകടം. ദൃശ്യമാധ്യമങ്ങൾക്കും കഴിയും. തെറ്റായൊരു വാർത്ത കൊടുക്കുന്നു, പിന്നീട് തിരുത്തു വന്നത് തെറ്റായ വാർത്ത കണ്ടവരൊന്നും കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ മാധ്യമങ്ങൾ ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് പ്രവർത്തിക്കേണ്ടത്. ഇത്തരം കള്ളപ്രചാര വേലകൾ നടത്താനുള്ള മാധ്യമങ്ങളുടെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ മാധ്യമങ്ങൾ അവരുടെ ജോലി ഇരട്ടി ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കണം. സോഷ്യൽ മീഡിയ പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങൾ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും എല്ലാ തലങ്ങളിലും ഗൗരവത്തോടു കൂടി എടുത്താൽ ഈ കള്ളപ്രചാര വേലകളെ ഒരു പരിധിവരെ നമുക്ക് നേരിടാൻ കഴിയും.